ഗൾഫ് മേഖലയിലെ പശ്ചിമേഷ്യൻ സംഘർഷം അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ സുരക്ഷാ ഭീഷണി ഉയരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. വിമാന സർവീസുകൾ ഉൾപ്പെടെ ഗതാഗത സംവിധാനങ്ങൾ ബാധിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള ഒരു വിമാനം അവസാന നിമിഷം റദ്ദാക്കിയതായി സ്ഥിരീകരണം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ ഉടനീളം സുരക്ഷാ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റിനിലേക്ക് പുറപ്പെടാനിരുന്ന 122 യാത്രക്കാരുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അവസാന നിമിഷം റദ്ദാക്കി. യാത്രക്കാരെ സമീപ ഹോട്ടലുകളിലേക്ക് മാറ്റിയതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. അതേസമയം കുവൈറ്റിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 56 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 3 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. കുവൈറ്റ് വിമാനത്താവളത്തിലെ ടെർമിനൽ 1 ഉൾപ്പെടെ ചില പ്രദേശങ്ങളും നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സംഭവത്തെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശക്തമായതിനെ തുടർന്ന് ഗൾഫ് മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ആക്രമണങ്ങൾ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മീഡിയ ടൈം, കൊച്ചി.